അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മറ്റാരുമല്ല, നമ്മുടെ ലക്ഷ്മി നക്ഷത്രയെ കുറിച്ചിട്ടാണ്. ലക്ഷ്മി നക്ഷത്രയെ പറ്റി പറയാനാണെങ്കിൽ നമ്മൾ കണ്ടു, കൊല്ലം സുധിയുടെ മരണത്തോടനുബന്ധിച്ച് ലക്ഷ്മി നക്ഷത്ര ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ലക്ഷ്മി നക്ഷത്ര കൊല്ലം സുധിയുടെ മരണത്തിൽ പൊട്ടിക്കരഞ്ഞു വന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരാളും മരിച്ചു, അപ്പോൾ അതിൻ്റെ നമ്മൾ ദുഃഖം അറിയിക്കുന്നതിന് വേണ്ടി ഫേസ്ബുക്കിൽ വന്ന് പൊട്ടിക്കരയുന്ന ഒരാളെ നിങ്ങൾ ലോകത്തെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എവിടെയാണെന്നല്ലേ? നമ്മുടെ റീന ഫ്രാൻസിസ്, ജെറൂസലേം. അപ്പൊ ജെറൂസലേമാണ് ഇതിനു മുമ്പ് ലൈവിൽ വന്ന് എന്ത് ചെയ്തത്? പൊട്ടിക്കരഞ്ഞിട്ടുള്ളത്. എന്തിനു വേണ്ടി? അവർ നിൽക്കുന്ന ഇസ്രായേലിലെ അവരുടെ യജമാനൻ, അതായത് അവരാ നോക്കാൻ നിൽക്കുന്ന ആ ഓണർ മരിച്ചുപോയി. കിടപ്പ് രോഗികളെ നോക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇസ്രായേലിൽ നമ്മുടെ റീന ഫ്രാൻസിസ് ജോലിക്ക് പോയിരിക്കും. അൺകോൺഷ്യസ് ആയ കോമ സ്റ്റേജിലൊക്കെയുള്ള പേഷ്യൻറ്റിനെ നോക്കുക, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. അപ്പൊ ഇസ്രായേൽ ഭാഷയിൽ അമ്മയെ ഇമ്മ എന്നാണ് വിളിക്കുക. അതുകൊണ്ടാണ് റീന എൻ്റെ ഇമ്മ മരിച്ചു എന്നും പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ കണ്ണീരൊഴുക്കി നമ്മൾ ലൈവിൽ കണ്ടത്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ പൊട്ടിക്കരയുന്നതിനോട് നമ്മൾ ഒട്ടും യോജിക്കുന്നില്ല. കാരണം ഒരാളുടെ വേർപാട് നമ്മളിൽ ഒരാഘാതം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് എന്താണ്, അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണ്. അപ്പം നമ്മളത് പുറത്തേക്ക് നമ്മൾ ഒരിക്കലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കരഞ്ഞു കാണിക്കുന്ന ഒരു പരിപാടി ആരും അത്ര ചീപ്പായിട്ട് ചെയ്യാറില്ല. അപ്പം നമ്മൾ കരയുന്നുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യും? ആരും കാണാതെ ഒരു മൂലയിൽ പോയിരുന്നിട്ട് നമ്മൾ ആ വിഷമം എത്ര ദിവസം കൊണ്ടാണോ നമുക്കത് അതിൽ നിന്നൊന്ന് റിക്കവർ ചെയ്ത് വരാൻ പറ്റുന്നത്, അത്രയും ദിവസം നമ്മൾ ആ വിഷമം നമ്മുടെ കണ്ണുനീരായിട്ട് ഒഴുകും. സാധാരണ മരണം നടക്കുന്ന തൻ്റെ അടുത്ത ആരെങ്കിലും ആണ് മരിച്ചതെങ്കിൽ അത്രയും ഹൃദയബന്ധമുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ലക്ഷ്മി നക്ഷത്രം വന്ന് എന്ത് ചെയ്തു? ലൈവിൽ വന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പറയുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടായിരുന്നു. വെറും ഒരു ലജ്ജാവഹമായിട്ടുള്ള ഒരു കാര്യമാണെന്നല്ലാതെ എനിക്ക് ഇതിനെ പറ്റിയിട്ട് യാതൊന്നും പറയാനില്ല. കാരണം ആ വീഡിയോയ്ക്ക് നല്ല റീച്ച് ഉണ്ടായിരുന്നു. കാരണം ലക്ഷ്മി നക്ഷത്ര കൊല്ലം സുധിച്ചേട്ടനെ ഓർത്തിട്ട് പൊട്ടി കരയാണ്. അപ്പൊ ആ ലക്ഷ്മി നക്ഷത്ര ആ വീഡിയോ ചെയ്ത സമയത്ത് അനുകൂലത്തിനേക്കാളും കൂടുതലായിട്ട് എന്താണ് കിട്ടിയത്? വിമർശനമാണ് കിട്ടിയത്. വിമർശനങ്ങൾ കൊണ്ട് പൊങ്കാലയായിരുന്നു ലക്ഷ്മി നക്ഷത്രയ്ക്ക് ആ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ളത്. പക്ഷെ ആ വീഡിയോ നല്ല റീച്ച് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലക്ഷ്മി നക്ഷത്രം ഇപ്പം എന്താ ചെയ്യുന്നത്? ഓരോ സ്ഥലങ്ങളിൽ പോകുന്നു, ഓരോരുത്തരുമായിട്ട് വ്ലോഗ് ചെയ്യുന്നു, അത് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ കുറേ റീച്ച് ഉണ്ടാക്കുന്നു, അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നു. ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി നക്ഷത്രം എവിടെ പോയാലും അവിടെ ഒരു ക്യാമറ ഉണ്ടാവും. അപ്പൊ കഴിഞ്ഞ ദിവസവും ലക്ഷ്മി നക്ഷത്രം എന്ത് ചെയ്തു? ഈ ക്യാമറയിൽ നോക്കി കൊല്ലം സുധിയുടെ വീട്ടിൽ പോയായിരുന്നു. അവിടെ സുധിയുടെ ഭാര്യയുണ്ട്, സുധിക്ക് 2 മക്കളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ ലക്ഷ്മി നക്ഷത്രം ഉദ്ദേശിക്കുന്നത് എന്താണ്? എനിക്ക് കൊല്ലം സുധിച്ചേട്ടൻ്റെ മക്കളോട് അല്ലെങ്കിൽ ഭാര്യയോട് ഭയങ്കര, ആ കുടുംബത്തോട് ഭയങ്കര സ്നേഹമാണ്, അത് ഞാൻ ഇങ്ങനെ പ്രകടിപ്പിക്കുകയാണ്. നിങ്ങൾ പ്രകടിപ്പിച്ചോളൂ, പ്രകടിപ്പിക്കേണ്ടെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ക്യാമറ കൊണ്ടുപോയി നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കരുത്. നിങ്ങൾ ലക്ഷ്മി നക്ഷത്രയെ കൊണ്ട് ആകുന്ന സഹായങ്ങൾ രേണുവിനും കുടുംബത്തിനും ചെയ്തു കൊടുക്കണം. കാരണം 2 കുട്ടികളെ അവൾ വളർത്തുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു സഹായം എന്തായാലും രേണുവിന് ആവശ്യമാണ്. പക്ഷെ സുധിയുടെ വീട്ടിൽ സഹായിക്കാൻ പോകുന്നു എന്ന വ്യാജേന ക്യാമറ കൊണ്ടുപോയിട്ട് അവിടുന്ന് വ്ലോഗ് എടുത്തിട്ട് സ്വന്തം റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത്തരം ചെറ്റ പരിപാടികൾ ചെയ്യുന്നതിനോട് എനിക്ക് യാതൊരുവിധ യോജിപ്പും ഇല്ല. ലക്ഷ്മി നക്ഷത്രയുടെ ഈ വീഡിയോകൾക്ക് ഒത്തിരി പേരാണ് വിമർശനങ്ങളായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഒത്തിരി പേര് വിമർശിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ എന്നല്ല, പറയണം എന്ന് എനിക്ക് തോന്നി. കാരണം ആ ഒരു പ്രവൃത്തിനോട് നമ്മൾ ഒരിക്കലും യോജിക്കൂല. നിങ്ങൾക്കൊരു വ്യക്തിനോട് എത്രത്തോളം സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ആ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തോട് അത് കാണിക്കണം, ഇല്ല എന്നല്ല. പക്ഷെ അത് ഈ രീതിയിൽ ആവരുത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇടയ്ക്ക് അവരെ സന്ദർശിക്കണം, അവർക്ക് എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കണം. പക്ഷെ നിങ്ങളുടെ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനത്തിന് വേണ്ടിയും നിങ്ങളുടെ റീച്ച് കൂട്ടാനും വേണ്ടിയിട്ട് നിങ്ങൾ തോന്നുമ്പോൾ ക്യാമറ എടുത്തുകൊണ്ട് പോയി അവരുടെ മുന്നിൽ വെച്ചിട്ട് അതെടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് പണം ഉണ്ടാക്കുന്ന പരിപാടിയോടാണ് പൊതുജനങ്ങൾക്ക് എതിർപ്പുള്ളത്. ലക്ഷ്മി നക്ഷത്ര എന്തിനു വേണ്ടിയാണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്നത്? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. റീച്ചിന് വേണ്ടിയിട്ടും പൈസയ്ക്ക് വേണ്ടിയിട്ടുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സുധിയുടെ കുടുംബത്തിൻ്റെ അടുത്ത് പോയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവർക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ട് അവരുമായിട്ട് വ്ലോഗ് ചെയ്തിട്ട് വീഡിയോ ഇടുന്നത്.
അപ്പൊ അത് ലക്ഷ്മി നക്ഷത്രക്ക് തന്നെ ഒത്തിരി വിമർശനങ്ങൾക്ക് ഇടയാക്കുന്ന ഒരു സംഭവമാണ്. ഒരുപാട് പേര് ലക്ഷ്മി നക്ഷത്രയെ വിമർശിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളുടേതാണെങ്കിലും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മരിച്ചു പോയവർ പോയി, ഇനി ഒരിക്കലും അവർ തിരിച്ചു വരില്ല. മരിച്ചു പോയവരോട് നമ്മളുടെ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ്. അവരുടെ കുടുംബത്തിലുള്ള ആളുകളെ സഹായിച്ച് തന്നെയാണ് അവരോടുള്ള സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുക. എനിക്ക് മരിച്ചുപോയ ഒരാളോട് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അയാളെ ഓർത്ത് ഞാൻ വിഷമിക്കും. പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഞാൻ കരഞ്ഞു കാണിക്കാൻ നിൽക്കത്തില്ല. എന്തുകൊണ്ടാണ്? ആ മരിച്ച ആൾ എൻ്റെ ഉള്ളിലാണുള്ളത്. അയാളോടുള്ള സ്നേഹം ഞാൻ പ്രകടിപ്പിക്കുന്നത് എൻ്റെ സ്വകാര്യതയിലാണ്. അല്ലാതെ പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആ മരിച്ചുപോയ ആളോട് എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ തീർത്തും അപഹാസ്യമാവുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. അല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പം ലക്ഷ്മി നക്ഷത്രേനെ അനുകൂലിച്ച് പറയുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇവർ കാണിക്കുന്നത് ശുദ്ധ തെണ്ടിത്തരമാണ്. കാരണം മരിച്ചുപോയ കൊല്ലം സുധിയോടാണെങ്കിലും അവരുടെ കുടുംബാംഗങ്ങളോടാണെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് വീട്ടിൽ പോയി തന്നെ ആവണം. പക്ഷെ ക്യാമറയ്ക്ക് മുമ്പിലാവരുത്. അത് തന്നെയാണ് എനിക്ക് ലക്ഷ്മി നക്ഷത്രയോടും പറയാനുള്ളത്. നിങ്ങൾ നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കൂ. അവരോടുള്ള കൊല്ലം സുധിച്ചേട്ടനോടുള്ള ആ ഒരു സ്നേഹം നിങ്ങൾ അവരുടെ കുടുംബാംഗങ്ങളോട് കാണിക്കൂ. പക്ഷെ ഒരിക്കലും ക്യാമറയുടെ മുമ്പിലാവരുത് നിങ്ങളുടെ സ്നേഹപ്രകടനം, നിങ്ങളുടെ അഭിനയം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.